ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസിന് താഴെയും പി ഒ സിക്ക് മുകളിലും തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊന്ന് ബെയറിഷ് റെഫറൻസിന് താഴെ പൊട്ടി താഴേക്ക് ജസ്റ്റ് തട്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ മോർണിംഗിൽ തുടങ്ങിയതായിരുന്നു. കൃത്യമായി പറയുമെങ്കിൽ ബെയറിഷ് റെഫറൻസിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്ത് പി ഒ സി നേരെ ബുള്ളിഷ് റെഫറൻസിൻ്റെ ഭാഗത്തേക്ക് പോയി. പക്ഷേ ബ്രേക്കൗട്ട് തന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, പി ഒ സിക്കും ബുള്ളിഷ് റെഫറൻസിനും ബെയറിഷ് റെഫറൻസിനും ഇടയ്ക്ക് കിടന്നു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രിഗർ ആയെങ്കിൽ കൂടെ അത് ക്ലോസ് ചെയ്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസിനും ബെയറിഷ് റെഫറൻസിനും ഇടയ്ക്കാണ് ബാങ്ക് നിഫ്റ്റിയും അത് കൃത്യമായിട്ട് നമ്മൾ കളിച്ചത്. സോ മാർക്കറ്റ് ആ ഒരു രീതിക്കുള്ള മൊമെൻറ്റം ഒന്നും തന്നിട്ടില്ലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു പ്യൂർലി ഒരു ബാലൻസ് ആയിരുന്നു. സോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഇന്നൊരു ന്യൂട്രൽ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിക്കും, നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് നിഫ്റ്റിക്കും. നമ്മുടെ ഇന്ന് നമ്മൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രൊഫൈലുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞതറിയാലോ. ഇന്നത്തെ പ്രൊഫൈൽ ഞാൻ അതിനെ ഒന്ന് മെർജ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മാർക്കറ്റ് ഒരേ റേഞ്ചിൽ കിടന്ന് കളിച്ചുകൊണ്ട് ഞാൻ ഈ പ്രൊഫൈലുകളൊക്കെ ഞാൻ മെർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പ്രൊഫൈലൊക്കെ മെർജ് ചെയ്യണം വേറൊന്നിന് വേണ്ടിയിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുകൂടാതെ നമ്മളെ എടുക്കുന്ന ട്രേഡ് ഫേക്ക് ബ്രേക്കൗട്ട് ആണോ അല്ലേ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി നമുക്ക് ഇത് കൃത്യമായി നമ്മൾ കാണിക്കും. ഇപ്പം ഇതിനെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിൽ പറയുന്നൊരു വാക്കാണ് റേഞ്ച് ബാലൻസ്. അതായത് ഒരേ വാല്യൂ ഏരിയ അല്ലെങ്കിൽ കൂടി റേഞ്ച് ബിൽഡപ്പ് ചെയ്യുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ മെർജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രേഡ് ചെയ്യാനും ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ 53,505-നും 53,800-നും ഇടയ്ക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഒരു 5th ഡേ റേഞ്ച് ഇവനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ നാളെ 6th ഡേ ആവാൻ പോവുകയാണ് മാർക്കറ്റിൽ. ഇടയ്ക്ക് വ്യാഴാഴ്ച ലാസ്റ്റ് മിനിറ്റിൽ വന്ന റേഞ്ച് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 4 ദിവസമേ ഉള്ളൂ. ആക്ച്വലി 3 ദിവസം, ബുധനാഴ്ച വരെ 3 ദിവസവും വെള്ളിയാഴ്ച 4 ദിവസം. അപ്പോൾ നാളെ 5th ഡേ ആണ്. 5th ഡേയിൽ നമുക്ക് നാളെ ഒരു ബ്രേക്കൗട്ട് കിട്ടുമോ, അത് എവിടെയൊക്കെ ഏത് ലെവലിൽ മുകളിൽ പോയാൽ ബ്രേക്കൗട്ട് എടുത്തെങ്കിൽ നമുക്ക് നോക്കി മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ലെവൽ നോക്കി വ്യക്തമായി നമുക്ക് ട്രേഡ് ചെയ്യാം. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പറയുകയാണ്, ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ പി യു സി 53,635 ബാങ്ക് നിഫ്റ്റിയുടെ പി യു സി. ഇപ്പോഴും ആ റേഞ്ചിൻ്റെ പി യു സി 53,635 മുകളിൽ മാത്രമേ ഇനി നിങ്ങളൊരു ഒരു അവിടെയാണ് എൻ്റെ പി ഒ സി നിൽക്കുന്നത്. സോ ആ പി ഒ സിക്ക് മുകളിൽ നിൽത്താൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു എന്തുവാണ് റേഞ്ച് പി ഒ സി എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്ക് അത് വർക്കാകാൻ പറ്റുള്ളൂ. സോ എപ്പോഴും ഓർത്തോളുക. അപ്പം നമ്മൾ അത് വർക്കാവുന്നുണ്ട്. സോ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫർ എന്ന് പറഞ്ഞാൽ 53,795 53,800 ഞാൻ 5 പോയിന്റ് കൂടെ കൂട്ടി 53,000 നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 53,800 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത്. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബൈയെക്കുറിച്ച് ചിന്തിക്കാം. സോ 53,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈയെക്കുറിച്ച് ചിന്തിക്കാം. ഇന്ന് വന്ന ലോയായ 53,465 ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. എത്രയാണ്? 53,465 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽ. സോ ബുള്ളിഷ് ബെയറിഷ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കേണ്ട 53,810 മുകളിൽ 800 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ പോവാം. ഫസ്റ്റ് ടാർഗറ്റ് 52,927 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ 52,927 ഫസ്റ്റ് ടാർഗറ്റ്. സോ 53,906 എന്ന് പറയുമ്പം 53,927 എന്നെ സംബന്ധിച്ചുള്ള R1. സോ R1 ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം R2 എന്ന് പറയുമ്പോൾ ഈ വരുന്ന പി ഒ സി 52,060. സോ 52,060 52,060 ഇപ്പോൾ തെറ്റിപ്പോയി 54,060 എന്നെ ക്ഷമിച്ചേക്കുക. 54,060 R2 എന്ന് പറഞ്ഞത്. സോ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ പി ഒ സി ആയ 54,257 അടുത്തത് പുറത്തോളൂ. 54,257 R3 54,250. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളുക, നമ്മളെ മാർക്കറ്റ് എന്താണ് 53,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,927 54,060 ആൻഡ് 53,257. ഇനി താഴേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് 53,456 താഴെ നിൽക്കുമെങ്കിൽ
അവനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് ഈ 53 എന്ന് പറഞ്ഞ ഈ ഒരു POC ആണ്. 53 എന്ന് പറഞ്ഞ ഈ ഒരു POC ആണ് S1 എന്ന് പറയുന്നത്. സോ അത് നേരെ സ്ട്രെയിറ്റ് അവിടേക്ക് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറയുമ്പോൾ 53,003 എത്രയാണ്? 53,003. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ S2. സോ S2ന് താഴേക്ക് ഞാൻ മാർക്കറ്റിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നില്ല. മാക്സിമം ഞാൻ ഈ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ ഇതാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ലെവലുകൾ. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ആയിരുന്നു. നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവാൻ പറ്റും, ഒരേ റേഞ്ച് തന്നെ നമുക്ക് കിടന്ന് കളിച്ചത്. സോ ഞാൻ ഈ റേഞ്ചിനെയൊക്കെ എന്ത് ചെയ്തു? മെർജ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ 5 ദിവസമായി നിങ്ങളുടെ കൂടി 4 ദിവസം 4.5 ദിവസമായിട്ട് നമ്മൾ 24,714 24,670 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിൽ തന്നെ നിഫ്റ്റി കിടന്ന് കളിക്കുകയാണ്. സോ നിഫ്റ്റിയുടെ ബുള്ളിഷ് നമ്മുടെ POC എന്ന് പറഞ്ഞാൽ 24,732 ആണ് എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ POC. സോ നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് വെച്ചിട്ട് 24,732 ആണ് നമ്മുടെ POC. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഈ POC നിൽക്കുന്നു. നമ്മുടെ അതിനുശേഷം നമുക്ക് വേണ്ടത് നമുക്ക് എന്തുവാണ്? നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. എന്താണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്? എന്താണ്? റേഞ്ച് POC ആണ് ഈ 24,732. വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ 24,844 ആണ്. അതാണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. 24,814 ആണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. ഓർത്തോളുക, 24,814 ആണ് എന്നെ സംബന്ധിച്ചുള്ള മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ ഇനി നമുക്ക് നോക്കേണ്ട താഴേക്കുള്ള ബെയറിഷ് റെഫറൻസ് നമ്മൾ 24,671 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 24,671. ഓക്കെ, 24,671 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയെ പോലെ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ കൂടി അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ മൂവ്മെൻറ്റ് തരാം. സോ ക്ലിയർ ആയാലും നമുക്ക് 24,814 ആണ് ബുള്ളിഷ് റെഫറൻസ്, 24,671 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിൽ എന്താണ് ബുള്ളിഷ് റെഫറൻസ്. 24,814 മുകളിൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോവാം? 24,814 മുകളിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 24,870 24,889 R1 എന്ന് പറയുമ്പോൾ 24,889 അതാണ് നമ്മളെ സംബന്ധിച്ച് R1. അതിനുശേഷം നമ്മൾ R2 എവിടെയാണ്? R2 എന്ന് പറയുമ്പോൾ 24,964 24,964 ഇതിനപ്പുറത്തേക്കുള്ള ഒരു മൊമെൻറ്റം ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. സോ ഞാൻ ഇത് R2 വരെ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. സോ മാർക്കറ്റ് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഇതാണ് മോള് ലെവൽ. ഇനി താഴേക്ക് 24,670 പൊട്ടി താഴേക്ക് വരെയെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,590 ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള S1 സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 24,590. സോ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് S2 എന്ന് പറഞ്ഞ ലെവലായ സ്ട്രെയിറ്റ് നമുക്ക് നേരെ വരാൻ പോകുന്ന എവിടെയാണ്? 24,505. ഇതാണ് അടുത്ത സെക്കൻഡറി 24,505. ഇതാണ് S2. ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെൻറ്റം ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് മാക്സിമം പോയാൽ ഇതിനപ്പുറത്തേക്ക് മൊമെൻറ്റം കാണിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. സോ ഇതാണ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ്. നിങ്ങൾ വ്യക്തമായിട്ട് അത് മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇന്ന് വന്ന അമേരിക്കയുടെ GDP ഡേറ്റയ്ക്ക് പകരം അതിന് മുന്നോടിയായുള്ള കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റ ഒരു എന്തുവാണ് കോർ CPI വന്ന് 0.3 ആയിരുന്നു. അത് എക്സ്പെക്ട് ചെയ്തത് 0.3 തന്നെയാണ്, വന്നതും 0.3 തന്നെയാണ്. കോർ CPI ഇയർ ഓൺ ഇയർ നവംബർ വെച്ച് 3.3 ആണ്. കോർ CPI ഇൻഡെക്സ് നവംബർ അത് കുറച്ചൊന്ന് കൂടി. പക്ഷേ ഏറ്റവും വലിയ കാര്യമായ CPI ഇയർ ഓൺ ഇയർ 2.16 2.7 പ്രതീക്ഷിച്ചു, അത് തന്നെ വന്നു. CPI മന്ത് ഓൺ മന്ത് വന്നിരിക്കുന്നത് 0.32 0.3 വന്നു 0.3. സോ അലൈൻ ആയിട്ടുള്ള കാര്യമാണ് ഡേറ്റ വന്നിരിക്കുന്നത്. അതായത് സ്ട്രീറ്റ് എക്സ്പെക്ട് ചെയ്ത കാര്യമാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വരാൻ പോകുന്ന 18നുള്ള റേറ്റ് കട്ടിൽ ചിലപ്പോൾ വേണമെങ്കിൽ അവർ 0.25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ടൊക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്.
അതിന് ഇതിപ്പോൾ ഇൻഫ്ലേഷൻ വളരെ ബാഡായിട്ട് വന്നിരുന്നെങ്കിൽ ആ ഡേറ്റയ്ക്കുള്ള ചാൻസ് കുറവായിരുന്നു. ഇത്തവണ ഇൻഫ്ലേഷൻ ഇൻലൈനിൽ വന്നത് കൊണ്ട് പ്രൊജക്റ്റൈൽ മാർക്കറ്റിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവായ രീതിയിൽ നിൽക്കുന്നു. അതുകൂടാതെ നമ്മുടെ നാളെ ഇന്ത്യൻ മാർക്കറ്റ് വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അതും മറ്റേതാത്ത മാർക്കറ്റിൽ വളരെയധികം മുന്നോട്ട് ജയിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഡേറ്റയൊക്കെ ലീക്ക് ആവുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ തന്നെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. നാളെയും മറ്റന്നാൾ ഞാൻ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റിൽ. സോ ലെവൽ വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി എനിക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി ദയവായി നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ.